ഞാൻ എൻ്റെ കുട്ടികളോട് പച്ചക്കറികളൊക്കെ കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഞാൻ സ്വയം ഒന്ന് ആലോചിക്കും. മനസ്സിൻ്റെ ഉള്ളിലാണ്, ദൈവമേ ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നില്ല, മിക്ക കുട്ടികളും ഇങ്ങനെ തന്നെ. പച്ചക്കറികളൊക്കെ പലതും നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അമ്മയുടെ നിർബന്ധത്തിന് കഴിക്കുമായിരുന്നു. അതുപോലത്തെ ഒരു പച്ചക്കറിയാണ് കേട്ടോ വഴുതനങ്ങ. നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഒരു 2 പീസ് എടുത്താൽ ആരായാലും ഒന്ന് കഴിച്ചു നോക്കും അല്ലേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറി നോക്കിയാലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. തട്ടിക്കൂട്ട് കറിയാണെങ്കിലും സംഭവം നല്ല ടേസ്റ്റാണ്. സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ. സംഭവം ഒന്നല്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ഇതുപോലെ ചെറിയ കനത്തിൽ നമ്മൾ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ അതൊരു 1 ടീസ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്യണ പോലെ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാം. ഈ സമയം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 2-3 കപ്പ് നല്ല കട്ട തൈര് എടുക്കാം. പുളി കുറച്ച് കുറവുള്ള തൈരായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് ഈ പരുവത്തിലായി കിട്ടും. ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള വഴുതനങ്ങയുടെ പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയം നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് കുക്കായിട്ടിരിക്കണേ. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി വേറൊരു പാൻ എടുത്ത് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കടുകും ചെറിയ ജീരകവും കുറച്ച് പീനട്ട്സും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും പൊട്ടിച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് കൂടി നമ്മൾ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ വഴുതനങ്ങ ഫ്രൈ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ താളിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കുന്നത് വറുത്ത ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എന്നും സാമ്പാറും രസവും അല്ലെങ്കിൽ കാളനും മോരുകറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദഹി ബേങ്കൻ എന്നൊക്കെയാണ് അത്ര നോർത്ത് ഇന്ത്യയിൽ പറയുന്നത്. നമ്മുടെ എന്തായാലും ഈ തൈര് വഴുതനങ്ങ കറി സംഭവം എവിടത്തെ ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നാളെ ഉച്ചയ്ക്ക് എന്ത് ഒഴിച്ചുകറി ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുമ്പോൾ ഈ കുഞ്ഞു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. പുതിയൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് വരാമേ.